ഇത് യഥാർത്ഥ ശ്രീചക്രമാണോ? ഇത് ശ്രീചക്രം, മേരു, മഹാമേരു എന്ന് പറയും. ഒരുപാട് വർഷങ്ങളായിട്ട് 1200 മുകളിൽ ശ്രീചക്ര മേരുകൾ ഉണ്ടാക്കിയ യഥാർത്ഥത്തിൽ എന്തിനാണ് ശ്രീചക്രം എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ബിന്ദുമണ്ഡലവാസിനിയല്ലേ ഭഗവതി. അപ്പം ആദ്യം ഭഗവതി രൂപപ്പെട്ടു, പിന്നെ തിരിച്ച് ഇതിലേക്ക് വരിക, ഭൂപുരത്തിലേക്ക്. ഈ ചതുരത്തിന്റെ നടുവിൽ ഒരു സെന്റർ വരും, അത് ശരിക്കും ഈ ബിന്ദുവിലെത്തണം. ഇതെല്ലാം ദേവതകളാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇതിലെ ഓരോ മൂലകളിലും ഓരോ ദേവതകൾ കുടികൊള്ളുന്നു. അതങ്ങനെയുണ്ടോ? ഉണ്ട്. ഇത് അന്തർദശാരം, ഇതകത്തെ 10 കോണ്, അഷ്ടാരം 8 കോണുകൾ, ത്രികോണം, ബിന്ദു, ഇതിലെല്ലാം ദേവതകളാണ്. ഇന്ന് അബാക് മീഡിയയോടൊപ്പം ഉള്ളത് പുതിയൊരു അതിഥിയാണ്, സുബ്രഹ്മണ്യൻ ആചാര്യ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് 1200 മുകളിൽ ശ്രീചക്ര മേരുകൾ ഉണ്ടാക്കിയ ആളാണ് അങ്ങ്. എനിക്ക് അതിനു മുമ്പിട്ട് ശബരിമലയിലായിരുന്നു. ഒരുപാട് പാരമ്പര്യപരമായിട്ട് എനിക്കൊന്നു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പന്തളത്തിലാണ് കൂടുതലും മേരു കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ പാരമ്പര്യമായിട്ട് മേരു ഉണ്ടാക്കുന്ന ഒരാളാണ് അങ്ങ്. എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു തുടക്കം, അതായത് ശ്രീചക്ര മേരു ഉണ്ടാക്കുന്നതിലേക്ക് ഒരു പരമ്പരാഗതമായിട്ട്? ശരിക്കും പറഞ്ഞാൽ ശ്രീചക്രത്തിൽ ഈ മേരുവിലേക്ക് വരുന്നത്, മേരു തുടങ്ങിക്കഴിഞ്ഞാണ് ഇത് ഇത്രയും വലിയൊരു പദ്ധതിയാണെന്നൊക്കെ അറിയുന്നത്. ഞാനിത് മാറി നിന്നതാണ് പേടിച്ചിട്ട്. കാരണം ഒരു ശ്രീവിദ്യ ഉപാസൻ ശബരിമല വെച്ച് എന്നെ മേരു കാണിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്തെടുക്കാമോ എന്ന്. അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണിയാണ്, പിന്നെ എൻജിനീയറിങ് അറിയാം. അപ്പം ശബരിമല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സായുള്ള വർക്ക്. ശബരിമലയിലെ പണികളും അങ്ങായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ എൻജിനീയറിങ് വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 10-12 വർഷമായിട്ട് അവിടെ ആയിരുന്നു ശബരിമലയിൽ. അങ്ങനെയാണ് ശബരിമല ഒരാൾ ആദ്യമായിട്ട് മേരു കാണിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, പുള്ളി പറഞ്ഞു എന്നോട് ഈ ഹാൻഡിക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യാൻ ഇദ്ദേഹത്തെ കൊണ്ട് പറ്റും, പിന്നെ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ചോദിച്ചത് എന്തോന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് മേരു ആണെന്ന്. അപ്പം പിന്നെ ഞാനിത് മാന്നാർ എൻ്റെ ബന്ധുക്കളുണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ അത് ചെയ്യരുത്, ചക്രം അപകടകാരിയാണ്, ഇത് ചെയ്ത് പൂർണ്ണമാക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല, തെറ്റ് നമ്മൾ തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബം കൊണ്ടേ പോകത്തുള്ളൂ. ഒരുപാട് പേര് ഇവിടെ പരീക്ഷിച്ച് കുടുംബം പോയവരാകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ച് മാറി നിന്നാണ്. പിന്നെ ഇത് കുറേ കാലം കഴിഞ്ഞ് ഇതിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കുറേ പേരെന്നെ ഈ ആദ്യം സമീപിച്ച ആൾ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അപ്പോൾ എനിക്കും തോന്നി ഈ അപകടം, ബന്ധുക്കൾ പറഞ്ഞ അപകടമായത് തുടരുതെന്ന്. അപ്പോൾ പണ്ടുള്ള ഞാനിത് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പം ഇത് പണ്ടുള്ള കാരണവന്മാർ ഇത് ഉളിയും ചുറ്റിലും മാത്രമുള്ള കാലത്ത്, ഇത്രയും വലിയ ടെക്നോളജിയെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്ത കാലത്ത്, അവർ ഉളിയും ചുറ്റിലും മാത്രം വെച്ച് വെങ്കലത്തിൽ ഇത്രയും വലിയ പണി ചെയ്ത് ഉരുക്കി ഒഴിച്ച് പണി ചെയ്ത് അതിൽ ദേവി സാന്നിധ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ടൂൾസും ഇത്രയും അറിവും ഒരുവിധം ടൂൾസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉള്ളപ്പം നമുക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ? അഥവാ ശിക്ഷ തരികയാണെങ്കിൽ ഭഗവതിയല്ലേ. അപ്പം അതൊരു വെല്ലുവിളിയുള്ള പണി ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളൊരു മനസ്സിൽ വന്നു. അല്ല, ഈ ശ്രീചക്രത്തെ വെച്ച് ശ്രീചക്രം വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ശ്രീചക്രം എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ശ്രീചക്രത്തിൻ്റെ പല കാര്യങ്ങളും, അതായത് പല രീതിയിലുള്ള ശ്രീചക്രങ്ങളും വാങ്ങിക്കാറുണ്ട്. എന്തിനാണ് അവർ വാങ്ങിക്കുന്നതെന്നോ എന്താണ് അവർക്ക് അതുകൊണ്ടുള്ള പ്രയോജനമാണോ, എങ്ങനെയാണ് അതിൽ ഉപാസിക്കേണ്ടതെന്ന് ഇന്നും പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ ശ്രീചക്ര മേരു എന്ന് പറയുന്നത്? ഈ ശ്രീചക്ര ഉപാസനയും ഈ മേരുവും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ് വരുന്നത്? ശരിക്കും ഭഗവതി തന്നെയാണ് ശ്രീചക്രം. ഭഗവതി 30 മുക്കോടി ദേവതകളും അടങ്ങിയിരിക്കുന്ന ശ്രീചക്രത്തിലാണ്. നമുക്കിപ്പം വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ത്രിപുരസുന്ദരിയുടെ വിഗ്രഹം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഈ എല്ലാ ദേവതകളും ഉൾക്കൊള്ളുന്നതാണ് ശ്രീചക്രം. പിന്നെ ശ്രീ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാധാരണക്കാർ വിചാരിച്ചിരിക്കുന്നത് ശ്രീ എന്ന് പറയുമ്പം ഐശ്വര്യം, ചക്രം, ശ്രീചക്രം വാങ്ങിച്ചു ചോദിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, നമുക്ക് ഇഷ്ടംപോലെ ധനം കിട്ടും, പണം പ്രശസ്തിയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ ശ്രീചക്രം വാങ്ങിച്ചു വയ്ക്കുന്നത്. ശരിക്കും ഇത് ശ്രീചക്രം അതിൻ്റെ യോഗ്യത ഇല്ലാത്തവർ ഉപയോഗിക്കാൻ പാടില്ല. പണ്ട് രാജവിദ്യ എന്നാണ് ഇത് പറയുന്നത്. രാജവിദ്യ, അതെ. രാജാക്കന്മാരും നാടുവാഴികളും തമ്പുരാക്കന്മാരും ഒക്കെ പണ്ട് കാലത്ത് കൊണ്ടുവന്നെന്നാണ് ഈ വിദ്യ. കാരണം ധനച്ചെലവുള്ളതാണ് ഇത്. ഇതിൻ്റെ പൂജകൾക്ക്, ഇതിൻ്റെ പാത്രങ്ങൾ,
ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ധനച്ചെലവുള്ളതാണ്. അപ്പം അതിപ്പം വന്ന് ഇപ്പം സാധാരണക്കാരിലേക്ക് എത്തി. എന്നാലും ഇപ്പോഴും പലരും അജ്ഞരാ ശ്രീചക്രം എന്തിനാണെന്ന്. നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ? എല്ലാവരും വിചാരിക്കുന്നത് ശ്രീചക്രം എന്ന് പറയുമ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ഇത് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇപ്പോൾ ശ്രീ എന്ന് പറഞ്ഞാൽ ശിവനെന്നും ഉണ്ട്, വിഷം എന്നും ഉണ്ട്. ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് ശിവനെ അല്ലേ, കണ്ഠത്തിൽ ശ്രീ ഉള്ളവനാണ്, വിഷമുള്ള. അപ്പോൾ ഈ വിഷം എന്നുള്ളതുണ്ടോ എന്ന് ആർക്കും അറിയണ്ട. ശ്രീ ഐശ്വര്യൻ, ലക്ഷ്മി, ഇത് വാങ്ങിച്ചു വെച്ചാൽ ധനം ഉണ്ടാകും. അതുകൊണ്ടാണ് സാധാരണക്കാർ ശ്രീചക്രത്തിൻ്റെ പുറകെ ഇങ്ങനെ വന്നത്. ശ്രീചക്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഈ ഓരോ ഉത്സവപ്പറമ്പിലും പുറത്ത് ഇങ്ങനെ ഒരു ചെറിയ ഫ്രെയിമിനകത്ത് കുറേ തകിട് വരച്ച് ഇങ്ങനെ നിറച്ചിരിക്കുന്നത്, അത് ഓരോ ആളുകളും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് കൂടുതൽ ആളുകൾ ശ്രീചക്രമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശ്രീചക്രം തന്നെയാണോ? അത് വരച്ചെടുക്കുന്നത്, അത് പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ്. അത് വെറും, ഇത് ശരിക്കും അങ്ങനൊന്നും അല്ല. ഇത് വളരെ അപകടം പിടിച്ചത് തന്നെയാണത്. ഇതിൻ്റെ ചെയ്യേണ്ട രീതിയിൽ ഒരുപാടുണ്ട്, ചെയ്യേണ്ടവർക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇത് മന്ത്രദീക്ഷയുള്ള ഉപാസകർ മാത്രമേ ഇത് ചെയ്യാവൂ. മന്ത്രദീക്ഷ കിട്ടിയവർ മാത്രമേ ഉള്ളവരെ ഇത് മാത്രമേ ചെയ്യാവൂ. ശരിക്കും ശ്രീചക്രം ചെയ്യേണ്ടത് വിശ്വകർമ്മചരാണ്. ആദ്യമായിട്ട് ശ്രീചക്രം ചെയ്തത് വിശ്വകർമ്മയാണ്. ലോപമുദ്ര അമ്മ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വകർമാവാണ് ഇതിനെ ചിട്ടപ്പെടുത്തി ശ്രീചക്രം വരച്ചതും ചെയ്തതുമല്ല. അപ്പോൾ ഇത് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് പിന്നെ ബിസിനസ്സാണ്. ഇവരൊക്കെ ഈ അമ്പലപ്പറമ്പിൽ ഇപ്പം ടി വിയിൽ ഇഷ്ടം പോലുണ്ട് മേരു, എന്തോ പിന്നെ എന്തൊക്കെയോ മേരു എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ. ഇതൊക്കെ ഈ ബിസിനസ്. അപ്പം ജനങ്ങളിതിലെല്ലാം വീഴും. ഏത് തരത്തിൽ പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ളവർ ഇതിനെല്ലാം പണം കൊടുത്ത് വാങ്ങിക്കും. അങ്ങ് പറഞ്ഞപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഇത് ഉപാസകരായിരിക്കണം ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നിർമ്മിക്കുന്ന അങ്ങ് ഒരു ശ്രീവിദ്യാ ഉപാസകനാണോ? തീർച്ചയായിട്ടും വേണം. ഇത് നിർമ്മിക്കുന്ന ആൾ മന്ത്രദീക്ഷ ഉള്ളവർ മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ. മന്ത്രദീക്ഷയും കിട്ടണം, വേണം. അതായത് അപ്പോൾ അങ്ങേക്ക് എവിടുന്നായിരുന്നു മന്ത്രദീക്ഷ? എനിക്ക് തൃച്ചി ഈങ്കോമലൈ ലളിതാ മഹിളാ സമാജം മാതാജിയുടെ അവിടെ നിന്നാണ് മന്ത്രദീക്ഷ കിട്ടിയത്. മന്ത്രദീക്ഷ ഉള്ളവർ നിർമ്മിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കേ അറിയത്തുള്ളൂ. ഇപ്പം സർജറി ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഡോക്ടർമാരെല്ലാം സർജറി ചെയ്യത്തില്ല, സർജൻ വേണം സർജറി എന്ന് പറയുന്നതല്ലേ. മന്ത്രദീക്ഷ ഉള്ളവർക്ക് ഇതിൻ്റെ ഓരോ കോണുകളുടെയും ഓരോ 9 ആവരണങ്ങളുടെയും അതിൻ്റെ പ്രാധാന്യങ്ങളും അതിൻ്റെ എന്തൊക്കെയാണെന്നും തെറ്റ് വന്നാൽ ഇത് നമ്മൾ മാറ്റണം എന്നുള്ളതും ഒക്കെ അറിയണമെങ്കിൽ മന്ത്രദീക്ഷ ഉള്ളവർക്കേ അതിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. പിന്നെ മന്ത്രദീക്ഷ ഉള്ളവർ എല്ലാവരും ചെയ്യാൻ പാടില്ല, അത് ഗുരു സമ്മതിക്കണം. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹവും വേണം. നമ്മൾ ശ്രീചക്രം ഒന്നാമത്തെ കാര്യം വിശ്വകർമ്മയായിരിക്കണം, മന്ത്രദീക്ഷ ഉണ്ടായിരിക്കണം, ഗുരുവിൻ്റെ അനുവാദവും അനുഗ്രഹവും ഉണ്ടാകണം. എന്നാൽ മാത്രം, ഇതാണ് ഇത്രയും ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ ഇത് ചെയ്യാനുള്ള അറിവ്. കാരണം ഇത് ഏറ്റവും വലിയൊരു എൻജിനീയറിങ്, കലാപരമായൊരു സൃഷ്ടിയാണ്. ത്രിപുര സുന്ദരിയ കലാപരമാണ്, എൻജിനീയറിങ്ങുമാണ്. ഇതിൻ്റെ ഭൂപുരത്തിൻ്റെ നടുവിൽ വരുന്ന ആ ബിന്ദുവുണ്ട്, അത് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഈ മുകളിലെ ബിന്ദുവിലെത്തണം. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇത് യഥാർത്ഥ ശ്രീചക്രമാണോ? ഇത് ശ്രീചക്രം, മേരു, മഹാമേരു എന്ന് പറയുന്നത്. ഇത് മെഴുകാണ്. ഇപ്പോൾ മെഴുകാണ്, ഇത് മോൾഡാണ്. ഇത് മോൾഡാണ്, ബീജം. ഇത് ബീജം, ബീജം ചെയ്ത് വേണം മേരു ചെയ്യാൻ എന്നാണ്. ഇതിന് ഒരുപാട് കുറച്ച് തത്വങ്ങളുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ബീജം വേണം എന്ന് പറയുന്നാൽ ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇതിന് വേറൊരു തത്വം കൂടെ. നമ്മൾ ഭൂപുരം മുതൽ, ഇത് സംഹാരക്രമമാണ്, ഭൂപുരം മുതൽ സ്ഥിതി ഇവിടെ എത്തണം. ഇവിടുന്ന് സൃഷ്ടി, സംഹാരം, സ്ഥിതി, സൃഷ്ടി, ഇങ്ങനെ എത്തണം. ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വാർക്കുമ്പോൾ ഇത് തിരിച്ചു വെച്ചാണ് വാർക്കുന്നത്. തിരിച്ചു വെച്ച് വാർക്കുമ്പോൾ ആദ്യമേ മെറ്റൽ ലോഹം എത്തുന്നത്, ആദ്യമേ തിരിച്ചു വയ്ക്കുമ്പോൾ ഇവിടെ താഴെ വരും. ഇവിടാണ് ആദ്യം ലോഹം എത്തുന്നത്. അപ്പം ആദ്യമേ ഭഗവതി രൂപപ്പെട്ടു, ബിന്ദുമണ്ഡലവാസിനിയല്ലേ ഭഗവതി. അപ്പം ആദ്യം ഭഗവതി രൂപപ്പെട്ടു, പിന്നെ തിരിച്ച് ഇതിലേക്ക് വരിക, ഭൂപുരത്തിലേക്ക്. മെഴുക് ചെയ്ത് തുടങ്ങുന്ന ഭൂപുരം മുതൽ തുടങ്ങി ഇവിടെ വരിക, തിരിച്ച് ഇവിടെ വരിക. അതിനാണ് ചക്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂജയും ചാക്രികമാണ്. അപ്പം നിർമ്മാണവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന്. അത് ഈ മെഴുക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ചക്രം പൂർണ്ണമാവുന്നുള്ളൂ. അല്ലെങ്കിൽ ചതുരമായിട്ടിരിക്കുന്നതിനെ ചക്രം എന്നല്ലേ പറയുന്നത്. കാരണം ഇതിൻ്റെ പൂജയും നിർമ്മാണവും എല്ലാം ചാക്രികം തന്നെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ നടുവിൽ ഈ ചതുരത്തിൻ്റെ നടുവിലൊരു സെൻറ്റർ വരും, അത് ശരിക്കും ഈ ബിന്ദുവിലെത്തണം. അതായത് ആദ്യമേ ഒരു
സെൻട്രൽ ബിന്ദു ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇത് നിർമ്മിക്കുന്നത്. അതെ. അങ്ങനെ ആ മുകളിലെ ഏറ്റവും ബിന്ദുവിൽ ആ 90 ഡിഗ്രിയിൽ ഇത് വരണം. അതാണ് ഇതിൽ എൻജിനീയറിങ്. തുടങ്ങണം, ഇവിടുന്ന് തുടങ്ങണം, സംഹാരം മുതൽ തുടങ്ങി സൃഷ്ടിയിലേക്ക് എത്തുക. ഈ സംഹാരത്തിൻ്റെ ഭൂപ്രസ്ഥാനത്തിൻ്റെ നടുവിലുള്ള ഈ ബിന്ദു കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇവിടെ എത്തണം. അതാണ് ഇതിൻ്റെ എൻജിനീയറിങ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 4 സൈഡിൽ നിന്ന് ഇത് കറക്റ്റ് സെൻട്രലായിരിക്കണം. അത് 90 ഡിഗ്രി ആയിരിക്കണം. ഇതെല്ലാം ഈ ബിന്ദു മാത്രമല്ല, ഇതെല്ലാം ഈ സെൻറ്ററിന് ചുറ്റുമായിരിക്കണം, ഈക്വൽ അളവായിരിക്കണം. ഇതെല്ലാം ദേവതകളാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇതിലെ ഓരോ മൂലകളിലും ഓരോ ദേവതകൾ കുടികൊള്ളുന്നു. അതങ്ങനെയുണ്ടോ? ഉണ്ട്. ഇതിൽ ഓരോ ദേവതകൾ, ഇതിൽ ഭൂപുരത്തിൽ ദേവതകൾ 16, 8, 14 കോണുകൾ, 10 കോണ്. ഇത് അന്തർദശാരം, ഇതകത്തെ 10 കോണ്. ഇത് അഷ്ടാരം, 8 കോണുകൾ, ത്രികോണം, ബിന്ദു. ഇതിലെല്ലാം ദേവതകളാണ്. വിശദീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ ദേവതകളുടെ ക്രമീകരണം.